പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ് ഓഫ് മെഡീവൽ ഇന്ത്യനെ പറ്റിയാണ്. മെഡീവൽ ഇന്ത്യയിൽ ഇത്രയും ബാറ്റിൽസാണ് നടന്നിട്ടുള്ളത്. സോ അത് പഠിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എനി കോമ്പറ്റേറ്റീവ് എക്സാംസ്. സോ അത് പെട്ടെന്ന് പഠിക്കാനുള്ളൊരു ട്രിക്കാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം അതെല്ലാം ഒന്ന് എഴുതി വെച്ചിട്ട് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ബാബർ ആരെയൊക്കെ തോൽപ്പിച്ചു എന്നതാണ് ആദ്യത്തെ 4 ബാറ്റിൽ. 2 ബാറ്റിൽ ഹുമായൂൺ, അതായത് ബാബറിൻ്റെ സണ്ണായ ഹുമായൂണിനെ ഒരു ഷേർഷാ എന്ന ചക്രവർത്തി ഡിഫീറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, അതിൻ്റെ ഇടയ്ക്ക് ബാറ്റിൽ ഓഫ് ഹൽദിഗഡി. സോ ഇത് അക്ബറിൻ്റെ കാലഘട്ടത്തെ കുറിച്ച്. അക്ബറിൻ്റെ ഏകദേശം അവിടെ ഇത് അക്ബർ, ഇത് ബാബർ, ഹുമായൂൺ, അക്ബർ, അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ബാബർ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി. സോ ഇബ്രാഹിം ലോധി ഡൈനസ്റ്റിയാണ് ലാസ്റ്റ് ഡൽഹി സുൽത്താനേറ്റ്. ഇബ്രാഹിം ലോധിയായിരുന്നു ആൻഡ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ലോധി ഡൈനാസ്റ്റിയും ഇബ്രാഹിം ലോധി തന്നെയാണ്. സോ നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ മെഡീവൽ ഇന്ത്യയിലോട്ട് തുടങ്ങുമ്പോൾ, അതായത് ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് മെഡീവൽ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ബാബർ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി. അപ്പം അത് ഓർത്തിരിക്കാമല്ലോ. ബാബർ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി. ബാറ്റിൽ ഓഫ് കാൻവ ബാബർ ഡിഫീറ്റഡ് റാണ സംഗ. ബാറ്റിൽ ഓഫ് കാൻവ എന്നൊക്കെ പറയുമ്പം നമുക്കൊരു ഹിന്ദിക്കാരൻ, ഇപ്പം റാണ സംഗ, അപ്പം ഒരു ഹിന്ദി നെയിം പോലെ ഓർത്തിരിക്കാം. സോ ബാറ്റിൽ ഓഫ് കാൻവ, റാണ സംഗ. ബാറ്റിൽ ഓഫ് ചന്ദേരി എന്ന് ഓർക്കുമ്പം മെഡിനി റായിനെ ചന്ദേരി. അപ്പോൾ ഒരു ഈ ആറൊക്കെ വരുമ്പോൾ രീ വരുന്നു, അപ്പം റായ്, അങ്ങനെ ഓർക്കാം. ബാറ്റിൽ ഓഫ് കഗ്ര ബാബർ ഡിഫീറ്റഡ് മുഹമ്മദ് ലോധി. കഗ്രയിനകത്ത് ഞാനിപ്പം നോക്കുമ്പോൾ ജി വെച്ച് തുടങ്ങിയ മുഹമ്മദ് ലോധി, അങ്ങനെ ഓർക്കാൻ വേണ്ടി എളുപ്പത്തിനാണ്. സോ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, ഇത് 2-3 പ്രാവശ്യം വായിച്ചപ്പോൾ തന്നെ തലക്ക് കയറും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയാൽ മതി, അപ്പോഴത്തേക്ക് പ്രോപ്പർ റിവിഷനും നടക്കും. സോ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്ന് പറയുന്നത് ബാബർ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി. ബാറ്റിൽ ഓഫ് കാൻവ ബാബർ ഡിഫീറ്റഡ് എന്തായാലും ഖാൻവ ഒരു ഹിന്ദിക്കാരായിരിക്കും, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ. അപ്പോൾ ആ ഖാൻ വരുന്നത് ഇപ്പം റാണ സംഘ എന്ന് നമുക്ക് ഓർക്കാം. ബാറ്റിൽ ഓഫ് ചന്ദേരിയിൽ റായ്, അപ്പം റായ് ആയിട്ട് ഓർക്കുവാണെങ്കിൽ ബാബർ ഡിഫീറ്റഡ് മെഡിനി റായി എന്ന് നമുക്ക് ഓർക്കാം. ബാറ്റിൽ ഓഫ് കഗ്രയിൽ ജി വരുന്നുണ്ട്, അപ്പം മുഹമ്മദ് ലോധിനെ ഓർക്കണം. ആരാ മുഹമ്മദ് ലോധിനെ ഡിഫീറ്റ് ചെയ്യുന്നത്? ബാബറാണ്. സോ ബാബർ ഡിഫീറ്റഡ് മുഹമ്മദ് ലോധി. സോ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ബാബർ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി. ബാറ്റിൽ ഓഫ് കാൻവ ബാബർ ഡിഫീറ്റഡ് റാണ സംഘ. ബാറ്റിൽ ഓഫ് ചന്ദേരി ബാബർ ഡിഫീറ്റഡ് മെദിനി റായ്. ബാറ്റിൽ ഓഫ് കഗ്ര ബാബർ ഡിഫീറ്റഡ് മുഹമ്മദ് ലോധി. സോ ഇതാണ് ഫസ്റ്റ് പാർട്ട്. 2-3 പ്രാവശ്യം ഞാൻ പറയുന്നത് കേൾക്കുകയോ അല്ലെങ്കിൽ സ്വയം പറഞ്ഞു നോക്കുമ്പോഴാണ് കൂടുതൽ പഠിക്കുക. സ്വയം പറഞ്ഞു നോക്കും, പിന്നെ ഒന്ന് എഴുതി നോക്കുക, അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഇനി സെക്കൻഡ് പറയാം. ബാറ്റിൽ ഓഫ് ചൗസയും ബാറ്റിൽ ഓഫ് കനോജിലും ഹുമയൂണിനെ ഷേർഷാ സൂരി ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഷേർഷാ സൂരി ഡിഫീറ്റ് ഹുമായൂൺ. അപ്പം ബാറ്റിൽ ഓഫ് ചൗസയിലും ബാറ്റിൽ ഓഫ് കനോജിലും രണ്ടിലും ഹുമായൂണിനെ ഷേർഷാ സൂരി ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഓർക്കാം കനോജ്. ഷേർഷാ സൂരി ഡിഫീറ്റഡ് ഹുമായൂൺ. അപ്പം അത് എളുപ്പമല്ലേ. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ ഞാൻ വേണമെന്ന് വായിച്ചുതരാം. ബാറ്റിൽ ഓഫ് ചൗസ ഹുമായൂൺ ഡിഫീറ്റഡ് ബൈ ഷേർഷാ. ബാറ്റിൽ ഓഫ് കനജ് ഡൽഹി ക്യാപ്ചർ ഷേർഷാ സൂരി ആൻഡ് ഹുമയൂൺ എസ്കേപ്ഡ് ഫ്രം ഇന്ത്യ. സോ അത് സെറ്റാന്ന് വിചാരിക്കുന്നു. ഇനി തേർഡ് സെഗ്മെൻറ്റിലേക്ക് പോകാം. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഹെമു വാസ് ഡിഫീറ്റഡ് ബൈ ബൈരം ഖാൻ. ബൈരം ഖാൻ എന്ന് വെച്ചാൽ അക്ബറിൻ്റെ പറയുന്ന പോലെ ഗോഡ് ഫാദർ അങ്ങനെയൊക്കെ പറയാം. ബൈരം ഖാൻ. സോ ഹെമു വാസ് ഡിഫീറ്റഡ് ബൈ ബൈരം ഖാൻ, അക്ബറിൻ്റെ. സോ ഹെമു വാസ് ഡിഫീറ്റഡ് ബൈ ബൈരം ഖാൻ. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിലാണ് നടന്നത്.
ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടിൽ അക്ബർ ഡിഫീറ്റഡ് റാണ പ്രതാപ്. ഗീത പ്രതാപ് പോലെ റാണ പ്രതാപ്. ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ട്, ഹൽദി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഹൽദിയിൽ റാണ പ്രതാപിൻ്റെ ഹൽദി ചടങ്ങ് അങ്ങനെയൊക്കെ ഓർക്കാം. ബാറ്റിൽ ഓഫ് ഘട്ടിൽ അക്ബർ ഡിഫീറ്റഡ് റാണ പ്രതാപ്. അപ്പോൾ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 2 പേരുമായിട്ടാണ് അഹമ്മദ് ഷാ അബ്ദാലി ആൻഡ് മറാത്താസ് തമ്മിലായിരുന്നു. അഹമ്മദ് ഷാ എമോസ്റ്റ് വിക്ടോറിയസ്. സോ ഇത് നിങ്ങൾക്ക് ഓർക്കാമെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, ഓക്കെ. സെക്കൻഡ് ബാറ്റിൽ ഓഫ് ബൈരം ഖാൻ ഹെമു വാസ് ഡിഫീറ്റഡ് ബൈ ബൈരം ഖാൻ. കാരണം ബൈരം ഖാൻ ഡിഫീറ്റഡ് ഹെമു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇങ്ങനെ വളച്ചെഴുതണ്ട, ശരിക്കും ബൈരം ഖാൻ ഡിഫീറ്റഡ് ഹെമു എന്ന് പഠിച്ചാൽ മതി. ബാറ്റിൽ ഓഫ് ഹാൽദിഘാട്ടി, ഓക്കെ. ഹൽദി ആരായിരുന്നു? റാണ പ്രതാപ്. സോ അക്ബർ ഡിഫീറ്റഡ് റാണ പ്രതാപ്, ഓക്കെ. ആൻഡ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ ഈ 2 ഫൈറ്റ് നടക്കുന്നത് അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്താസ് തമ്മിലാണ്. അതിൽ അഹമ്മദ് ഷാ അബ്ദാലി എമേഴ്സ്ഡ് വിക്ടോറിയസ്. സോ ഇത്രയും ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. സോ ഇത് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഈ 9 എണ്ണം ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സെറ്റായി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും എപ്പോഴും കാണുന്ന ചോദ്യങ്ങളാണിത്. എല്ലാ ബാറ്റിൽസിൻ്റെ പേരും ആരെയാണ് ഡിഫീറ്റ് ചെയ്തതെന്നും ഓർത്തിരിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.